കൊച്ചിനീഫ പറഞ്ഞ പോലെ എപ്പോൾ നോക്കിയാലും കൊമ്പത്ത് തന്നെ, അല്ലെങ്കിലേ ലേറ്റ്. അതിൻ്റെ ഇടയിൽ അവളുടെ ഒരു കൊഞ്ചൽ. ഒക്കെ ഉള്ള സ്ഥലം കണ്ട് കഴിഞ്ഞാൽ കക്ഷി അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അതാണ് അവളുടെ ഒരു വീക്ക്നെസ്. പോടി ഇടുന്ന് പോടി, ഞാൻ ഡ്രസ്സ് മാറ്റി പോട്ടെ, എനിക്ക് തേച്ചിട്ട് പോവാനുണ്ട്. പോ പെണ്ണേ, അവിടെ പോയിരിക്കേ. ചിനു ലുക്ക, ചിനു ലുക്ക, ഞാൻ പോട്ടെട്ടാ. ഞാൻ നാട്ടിൽ പോയിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് വരാട്ടാ. അപ്പം എന്നാൽ ഇൻഷാ അല്ലാ കാണാൻ പോവാട്ടാ. ബായ്. ഇപ്രാവശ്യം കാറിൽ നമ്മൾ റാഷിദിയയിൽ വരെ പോയി. അവിടുന്ന് എയർപോർട്ട് ടെർമിനൽ 1 മെട്രോയിൽ കയറിയിട്ട് ഫ്ലൈറ്റ് കയറി വരാമെന്ന് വിചാരിക്കുന്നത്. നേരമായപ്പോഴേക്കും വീട്ടിലെത്തി. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. വീട്ടിലിങ്ങനെ വന്ന് കയറുമ്പോൾ എന്തൊരു സുഖമല്ലേ. വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നൊസ്റ്റാൾജിയ പിടിച്ച് നോക്കുന്ന കുറച്ച് സാധനങ്ങൾ. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാട്ടോ. ഒരു 10-20-25 വർഷം മുന്നേ തന്നതാണ്. എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇത് പഴയ ഓട്ടുപാത്രം, പിന്നെ ഇത് സ്വന്തം ബെഡ്റൂം. താത്ത പ്രത്യേകം പറഞ്ഞതാണ് ജനലുകളൊന്നും തുറന്നിടരുത്. ജനാലകൾ തുറന്നിട്ടാൽ പ്രാണി വരും, കൊതുക് വരും. ഈ ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് എന്ത് കൊതുകല്ലേ. ഇതൊക്കെ അല്ലേ വൈബ്. ജനലൊക്കെ തുറന്ന് ചീവീടിൻ്റെയും ഒക്കെ സൗണ്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമല്ലേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖം. ഇതിൽ നേരെ നോക്കിയാൽ കാണുന്നത് റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ കുറേ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുള്ളത് പച്ചയാണ്. ഇനി ഇതൊക്കെ പഴുത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചിട്ട് പോകണം. ഇനിയാണ് ശരിക്കുള്ള ഷോക്ക്, അതായത് കൾച്ചറൽ ഷോക്ക്. ദുബായിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുളിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ നല്ല തണുത്ത വെള്ളം മേത്തൊഴിക്കുമ്പോഴുണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ തണുത്തങ്ങോട്ട് വിറച്ചു പോകും. എന്താണെങ്കിലും വല്ലാത്തൊരു സുഖം. എന്താണെങ്കിലും കുളിച്ച് വേഗം കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം. എന്നിട്ട് ചെരുപ്പില്ലാതെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കണം. എന്താല്ലേ, നമ്മൾ മഞ്ജു വാര്യരിൽ ഒരു ഡയലോഗ് പറയണ പോലെ, ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ എല്ലാവരുടെയും ഭാഷ എനിക്ക് മനസ്സിലാവും. കിളികളുടെയും പുല്ലിൻ്റെയും പൂവിൻ്റെയും മീനിൻ്റെയും എല്ലാവരുടെയും ഭാഷ എനിക്ക് മനസ്സിലാവും. എന്ത് രസമല്ലേ. ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് ഇനി പോകണം. ഇന്നത്തെ ലഞ്ച് എന്ന് വെച്ചാൽ ഇത്താത്തൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫും തേങ്ങാച്ചോറുമാണ്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലത്തെ ബീഫ് വല്ലാത്ത ബീഫ് തന്നെ കേട്ടോ. അത് വേറെ ലെവൽ സാധനം. എന്താണെങ്കിലും നല്ല ബീഫ് വരട്ടിയതും കുറച്ച് കറിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദേവക ചേച്ചി കേട്ടോ. ചേച്ചീൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചേച്ചിക്ക് നാണായിട്ട് വയ്യ. ദേവക ചേച്ചി, നമ്മുടെ സ്വന്തം ചേച്ചി. അതിൻ്റെ ഇടയിലേക്ക് മഴ വരാനായപ്പോഴേക്കും ഞാൻ ഓടിപ്പോയിട്ടൊരു ടൈം ലാപ്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് എടുത്തതാട്ടാ. ഒരു എന്താ പറയുക, വല്ലാത്തൊരു സുഖമല്ലേ. ഞാനിങ്ങനെ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ കഴിഞ്ഞ ദിവസം 12 മണിക്ക് ഞാൻ നിന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ നല്ല മഴ. ഇത് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കേട്ടോ. അതിൻ്റെ ഇടയിൽ തത്തങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് അടുത്ത് നിന്ന് സഹായിച്ചു എന്നുള്ള ദ്രോഹം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒന്നും നോക്കണ്ട, അടിപൊളിയായിരുന്നു. ഇതൊക്കെ കഴിച്ച്
പ്ലേറ്റിൽ ഡെക്കറേഷൻ ചെയ്യാനൊന്നും നേരം ഉണ്ടായില്ല കേട്ടോ. അതിന് മുന്നേ കഴിച്ച് കഴിഞ്ഞ് നേരെ പുറത്തേക്കാണ് പോയത്. പുറത്ത് പോണ സമയത്ത് പാടത്ത് പോയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു മൈലമ്മയും 2 കുഞ്ഞു കുട്ടികളും. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. പിന്നെ ഇങ്ങനെ എന്താ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണേ. ഞാൻ നേരെ പോയത് പാർലറിലേക്കാണ്. പക്ഷേ പോണ വഴിക്ക് ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ടാണ് പോയത്. ഞാൻ 3 മാസമായിട്ട് ഹെയർ കളറൊന്നും ചെയ്യാത്ത കാരണം പിന്നെ ഓൾറെഡി വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാതെ ഇനി ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു മേക്ക് ഓവറൊക്കെ ആക്കി ഞാൻ നേരെ വീട്ടിലേക്ക്. വീണ്ടും നല്ല മഴയായിരുന്നു. ആ മഴയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ കേട്ടോ.